ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം സവിശേഷതകൾ നിറഞ്ഞതാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു സെലിബ്രിറ്റി നിര തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു കേൾക്കുന്നത്. ഒരുപക്ഷെ അവരെല്ലാം മത്സരിക്കുമോ അതോ ഇതെല്ലാം വെറും സാധ്യതകൾ മാത്രമാണോ എന്നുള്ള ചോദ്യം അവിടെ അപ്പോഴും ബാക്കിയാണ്. കാരണം ഇതുവരെ ഈ സെലിബ്രിറ്റികളെ കുറിച്ചുള്ള സെലിബ്രിറ്റികളെ കുറിച്ചെന്നല്ല, സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ സെലിബ്രിറ്റീസ് താരനിര എന്ന് പറയുന്നത് അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. മഞ്ജു വാര്യർ മുതൽ ഉണ്ണി മുകുന്ദൻ വരെ ആ സെലിബ്രിറ്റി ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തു തന്നെയാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ആകെയുള്ളത് 20 ലോക്സഭാ മണ്ഡലങ്ങളാണ്, 3 മുന്നണികളാണ്. അങ്ങനെയെങ്കിൽ ആകെ വരുന്നത് 60ഓളം സ്ഥാനാർത്ഥികളാണ്. അതായത് 3 മുന്നണികളിലായി 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് വരുന്നത് 60ഓളം സ്ഥാനാർത്ഥികളാണ്. പക്ഷേ ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന വാർത്തയനുസരിച്ച് വലിയ രീതിയിലുള്ള ഊഹാപോഹ കഥകളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അത് സെലിബ്രിറ്റി ലിസ്റ്റിന് പുറത്തുമാണ്. ഒരുപക്ഷെ സിനിമ എന്നുള്ള ഒരു ഫീൽഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കെല്ലാം തന്നെ 2024 ഈ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തു തന്നെയാണെങ്കിലും ആ സെലിബ്രിറ്റി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും BJPക്ക് അത്തരത്തിലൊരു സെലിബ്രിറ്റി കമ്പമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ കണ്ടിരുന്നതാണ്. പക്ഷെ ഇത്തവണ അങ്ങ് മുന്നണികളൊന്നും തന്നെ മുന്നണി വ്യത്യാസം ഒന്നുമില്ലാതെ 3 മുന്നണികളിലും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി താരങ്ങളുടെ ഒരു നീക്കം അല്ലെങ്കിൽ അത്തരമുള്ള പേരുകളെല്ലാം തന്നെ ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ സവിശേഷത. ആദ്യം തന്നെ പരിശോധിക്കുന്നത് LDF ആണ്. LDFിൽ വരുന്ന സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ ആരെല്ലാമാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് മഞ്ജു വാര്യരുടെ പേരാണ്. അത് ചാലക്കുടി മണ്ഡലത്തിൽ മഞ്ജു വാര്യർ മത്സരിക്കുന്നു എന്ന വാർത്ത അത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് മാതൃഭൂമിയാണ് ആ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വാർത്തയെക്കുറിച്ച് പിന്നീട് യാതൊരു തരത്തിലുള്ള ഫോളോ അപ്പോ അല്ലെങ്കിൽ മറ്റ് വാർത്തകളൊന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മഞ്ജു വാര്യരെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാരണം അതിനെ സ്ഥാപിക്കുന്ന തരത്തിൽ മറ്റു വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം LDFിനെ സംബന്ധിച്ചിടത്തോളം ഇന്നസെന്റ് എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവരുന്നത് LDF അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അതുവരെയുള്ള ആ ഒരു താരപ്രൗഢി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് വലിയ രീതിയിൽ PC ജോർജിനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ 2ാം തവണയിലേക്ക് വരുമ്പോൾ അദ്ദേഹം തോറ്റുപോകുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ എൻട്രി എന്ന് പറയുന്നത് അത് വലിയ രീതിയിലുള്ള വിജയം വരിച്ചുകൊണ്ട് തന്നെയായിരുന്നു LDFിൽ അദ്ദേഹം നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർക്ക് വലിയൊരു സ്ഥാനം ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പോലുള്ള ഒരു സ്ഥലത്ത് കിട്ടാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ്. മഞ്ജു വാര്യരുടെ സ്ഥലം കൂടിയാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത്, മഞ്ജു വാര്യരുടെ ജന്മസ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു ഇമേജ് വെച്ചുകൊണ്ട് മഞ്ജു വാര്യർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിലൊരു വോട്ട് ശേഖരണത്തിന് അല്ലെങ്കിൽ വോട്ടുകളെല്ലാം തന്നെ സ്വരൂപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരമാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്തു തന്നെയാണെങ്കിൽ മാതൃഭൂമി ഇതേ സംബന്ധിച്ചുള്ള മറ്റ് വാർത്തകളൊന്നും തന്നെ ഇതിനെ ഫോളോ അപ്പ് വാർത്തകളൊന്നും തന്നെ മാതൃഭൂമി നൽകിയിട്ടില്ല. പക്ഷേ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ വാർത്ത അവസാനിക്കുമ്പോൾ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് മഞ്ജു വാര്യരുമായി ഇത്തരം ഒരു ചർച്ചയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. മഞ്ജു വാര്യർ സമ്മതിക്കുകയാണെങ്കിൽ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയായിട്ട് മഞ്ജു വാര്യർ തന്നെ വരും എന്നുള്ള തരത്തിലാണ് ആ വാർത്ത സമാപിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി മഞ്ജു വാര്യർ അല്ലെങ്കിൽ ജെക്സി തോമസ് അല്ലെങ്കിൽ C രവീന്ദ്രനാഥ് എല്ലാം തന്നെ ഈ ഒരു പട്ടികയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും മഞ്ജു വാര്യർ കടന്നു വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ, അതായത് LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊരു കരുത്തയായ ഒരു സ്ത്രീ. കാരണം മഞ്ജു വാര്യർ അറിയപ്പെടുന്നത് അത്തരത്തിലാണ്. രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അവരുടെ കഴിവ് തെളിയിച്ചിട്ടില്ല. അതൊരു മികച്ചൊരവസരമായി ഒരുപക്ഷെ അവർ കടന്നു വരികയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം തന്നെ സിനിമയിൽ ഒരു കരുത്തയായ ഒരു തിരിച്ചുവരവ് നടത്തിയ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു ഇമേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് മഞ്ജു വാര്യരുടേത്. അതൊരു പക്ഷേ ഒരു സ്ത്രീകളുടെ വോട്ട് അല്ലെങ്കിൽ യുവജനങ്ങളുടെ വോട്ടെല്ലാം തന്നെ നേടിയെടുക്കാനുള്ള ഒരു സാധ്യത ഏറെ കൂടുതലാണ് എന്നുള്ളതാണ്. അടുത്തത് കൊല്ലം മണ്ഡലമാണ്. കൊല്ലത്ത് പ്രേമചന്ദ്രനെതിരെ മുകേഷ് തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം മുകേഷ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം നിരന്തരമായി നിയമസഭയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു ഒരു നിശ്ചിത വോട്ട് അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ പാർട്ടിക്കുണ്ട്, അഥവാ LDFിനുണ്ട്. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ ഒരു കടന്നുവരവ് ഒരുപക്ഷെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കൊല്ലം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ മുകേഷാണ് ആ ഉയർന്നു വരുന്ന സെലിബ്രിറ്റി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം തൃശ്ശൂരുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭാഗ്യലക്ഷ്മി തൃശ്ശൂരിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെല്ലാം തന്നെ. പക്ഷേ അതൊന്നും വലിയ രീതിയിൽ ആദ്യം ഒരു തരംഗമായി വന്നിരുന്നെങ്കിലും പിന്നീട് അത് വലിയ രീതിയിലൊന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം തന്നെ പിന്നെ തള്ളിപ്പോകുന്ന സാഹചര്യമായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും പിന്നീട് ഉയർന്നു വന്ന വാർത്തയായിരുന്നു കമൽ
കമൽ തൃശ്ശൂരിൽ മത്സരിക്കുമെന്നുള്ള വാർത്ത. പക്ഷേ അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് തുലം കുറവാണ് എന്നുള്ളതാണ്. കാരണം തൃശ്ശൂരിൽ ഇപ്പോൾ വലിയ തരത്തിലേക്കുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും തൃശ്ശൂരിൽ വലിയ തരത്തിലേക്കുള്ള ഒരു ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ്. അതായത് തൃശ്ശൂരിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കും എന്നുള്ളൊരു സ്വയം പ്രഖ്യാപനം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും, അതായത് UDFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപക്ഷെ ഈ TN പ്രതാപൻ തന്നെ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതായത് TN പ്രതാപൻ തന്നെ ആയിരിക്കാം എന്നുള്ള തരത്തിലുള്ള ചുവരെഴുത്തുകൾ പോലും തുടങ്ങി കഴിഞ്ഞ സാഹചര്യമാണ്. അതേസമയം തന്നെ CPIയിൽ നിന്നും സുനിൽകുമാർ കൂടി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നു. 3 മുന്നണികളും ചേർന്ന് ചുവരെഴുത്തുകൾ സ്ഥാപിക്കുന്നു, വലിയ തർക്കത്തിലേക്ക് നീങ്ങുന്നു, പരസ്പരം വെല്ലുവിളികൾ നടത്തുന്നു. പിന്നീട് സുനിൽകുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് TN പ്രതാപൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് മത്സരം യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ അത് UDFും അതുപോലെ തന്നെ BJPയും തമ്മിലാണ്, കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം എന്നെല്ലാം തന്നെ പറയുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ പല തരത്തിലുള്ള പരോക്ഷമായിട്ടുള്ള യുദ്ധത്തിലേക്കെല്ലാം തന്നെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. മറുപടികളെല്ലാം നൽകിക്കൊണ്ട്, ആരോപണങ്ങളും മറുപടികളുമായി കൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം തന്നെ വന്നിരുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്കെല്ലാം തന്നെ നീങ്ങിയ സാഹചര്യമായിരുന്നു തൃശ്ശൂരിലേത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ കമൽ എന്ന് പറയുന്ന ഒരു പേര് അത് ആ തുടക്കത്തിൽ വന്നെങ്കിൽ പോലും തൃശ്ശൂരിലെ ഇത്ര വലിയൊരു ഹൈ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ വളരെ വലിയൊരു രീതിയിൽ രാഷ്ട്രീയം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ പുതിയ ഒരു എൻട്രിക്ക് CPIയുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. LDF അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത തുലവും കുറവാണെന്ന് തന്നെ വേണം ഈ ഒരു കാര്യത്തിൽ വിലയിരുത്താനായിട്ട്. ഇനി UDFിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ UDFിൽ എല്ലാ കാലത്തും ഉയർന്നു കേട്ടിരുന്ന ഒരു പേരാണ് ജഗദീഷ് എന്ന് പറയുന്ന പേര്. പക്ഷേ ജഗദീഷ് കഴിഞ്ഞ തവണ ഇതുപോലെ വലിയ ഒരു കടകളഞ്ഞ കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം ഒരു തവണ ഗണേഷ് കുമാറിനോട് ഏറ്റുമുട്ടുകയും വലിയ രീതിയിൽ പരാജയം സംഭവിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇനി വരില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് അദ്ദേഹം എന്ത് തന്നെയാണെങ്കിലും അത്തരം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം വരില്ല എന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചതുകൊണ്ട് പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പേര് എന്ന് പറയുന്ന ആ ഒരു തരംഗം ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും UDFിൽ ഇല്ല. പക്ഷെ അതേസമയം തന്നെ സിദ്ദിഖിന്റെ പേര് വളരെ വലിയ രീതിയിൽ ഉയർന്നു കേട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് സിദ്ദിഖ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. ആ വാർത്തയ്ക്ക് ശേഷം പിന്നീട് സിദ്ദിഖ് തന്നെ നേരിട്ട് വരികയും സിദ്ദിഖിന് ഏറെ അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മേഖല അല്ലെങ്കിൽ തന്റെ മേഖല എന്ന് പറയുന്നത് അത് സിനിമയാണ്, അത് വിട്ടിട്ട് മറ്റൊരു പരീക്ഷണത്തിലേക്ക് താനില്ല എന്ന് സിദ്ദിഖ് പ്രഖ്യാപിച്ചതായും വാർത്തകളെല്ലാം തന്നെ വരുന്ന സാഹചര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം പിന്നെയുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ എപ്പോഴും രാഷ്ട്രീയത്തിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന 2 പേരാണ് സലീം കുമാറും തുഷാരടി എന്ന് പറയുന്നത്. ഇരു കൂട്ടരും ഇത് തന്നെയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ എന്ന് പറയുന്നത്. രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിച്ച മണ്ഡലമാണ് ആലത്തൂർ എന്ന് പറയുന്നത്. പക്ഷേ ആ ആലത്തൂർ മണ്ഡലത്തിലേക്ക് ഇനി രമ്യ ഹരിദാസ് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കനകോലു ഒരു രാഷ്ട്രീയ പ്രചാരകനായി ഒരു തന്ത്രജ്ഞനായി വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു നിഗമനം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നുകൊണ്ട് രമ്യ ഹരിദാസിന് പകരം അവിടെ IM വിജയനെ തന്നെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം രമ്യ ഹരിദാസിനെതിരെ വലിയ രീതിയിലുള്ള രമ്യ ഹരിദാസിന്റെ ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. ഒരു പാട്ടും പാടി ഒരു പെങ്ങളുട്ടി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് രമ്യ ഹരിദാസ് എന്ന് പറയുന്നത്. അപ്പോൾ രമ്യ ഹരിദാസിന് പക്ഷേ ഇപ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള രമ്യ ഹരിദാസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ഉൾപ്പോരുകളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. അപ്പോൾ രമ്യ ഹരിദാസിനെ വീണ്ടും ആലത്തൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തുകയാണെങ്കിൽ ആ സീറ്റ് കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു കനകോലുവിന്റെ നിഗമനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ വീണ്ടും IM വിജയനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. IM വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ആലത്തൂർ പോലുള്ള ഒരു സ്ഥലത്ത് IM വിജയൻ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ സ്വാധീനിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അടുത്തതെന്ന് പറയുന്നത് BJP ആണ്. എല്ലാ കാലത്തും സെലിബ്രിറ്റികളെ കൊണ്ടുവന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഓളം സൃഷ്ടിക്കാൻ എപ്പോഴും BJP തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഏറ്റവും അധികം മനസ്സിലേക്ക് ഓടിയെത്തുന്ന 2 പേരുകൾ, അതൊന്ന് സുരേഷ് ഗോപിയും ഒന്ന് ഉണ്ണി മുകുന്ദനുമാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ മുന്നണി പറയുന്നതിന് മുൻപേ തന്നെ സുരേഷ് ഗോപി സ്വയം ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞൊരു സാഹചര്യം
സാഹചര്യമാണ്. തൃശ്ശൂര് അദ്ദേഹം എടുക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തം രീതിയിലുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിലും അടുത്തത് വരുന്നത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ രീതിയിൽ സംഘപരിവാർ അജണ്ടകളെ അഥവാ BJPയുടെ ചില പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പലപ്പോഴും സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിമർശനങ്ങളേറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴും സിനിമകളെ സംബന്ധിച്ചാണെങ്കിലും അതായത് സംഘപരിവാർ അജണ്ടയിലുള്ള സിനിമകളെ അനുകൂലിച്ചുകൊണ്ടും ചില ആശയങ്ങളോട് പ്രത്യേക തരമുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടെല്ലാം തന്നെ അദ്ദേഹം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദ നായകനായി ഉയർന്നു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ എന്ന് പറയുന്നത് ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഹിന്ദുത്വ എന്നുള്ളൊരു ആശയം ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ രാജ്യത്ത് നടക്കുന്നതായുള്ള വാർത്തകൾ വന്നിരുന്നു. ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ജയ് ഗണേഷ് എന്ന് പറയുന്നത്. ആ സിനിമയുടെ നായകനായി അല്ലെങ്കിൽ ആ സിനിമയുടെ പ്രധാന ഭാഗമായി എത്തുന്നത് ഉണ്ണി മുകുന്ദനാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പക്ഷേ ഉണ്ണി മുകുന്ദൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ഹിന്ദുത്വ എന്നുള്ള ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു സത്വം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈന്ദവ വോട്ടുകളുടെ ഒരു ശേഖരണത്തിന് വേണ്ടി ഉണ്ണി മുകുന്ദന് ഏറ്റവും അധികം സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിലും അദ്ദേഹം യുവാക്കളുടെ ഒരു ഹീറോ എന്നുള്ള നിലയിൽ എല്ലാം തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. അതേസമയം തന്നെ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല എങ്കിൽ അവിടെ ഉണ്ണി മുകുന്ദൻ ആയിരിക്കാനുള്ള സാധ്യത അത്തരം ഒരു വാർത്തകളും റിപ്പോർട്ടുകളെല്ലാം തന്നെ വരുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇനിയിപ്പോൾ ഉണ്ണി മുകുന്ദൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ സ്വയമേവ മാറിക്കൊടുക്കുന്ന സാഹചര്യം എല്ലാം തന്നെയുണ്ട്. ഇനി ഉണ്ണി മുകുന്ദൻ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ഒരു വോട്ടിന് എല്ലാം തന്നെ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ എന്ത് തന്നെയാണെങ്കിലും BJPയുടെ ഭാഗത്തു നിന്നുണ്ട്. ഉണ്ണി മുകുന്ദന്റെ പേരാണ് BJPയിൽ അടുത്തതായി ഉയർന്നു കേൾക്കുന്ന പേര് എന്ന് പറയുന്നത്. മറ്റ് BJPയിലെ പ്രമുഖർ അഥവാ സെലിബ്രിറ്റികളാണ് മേജർ രവിയും അതുപോലെ തന്നെ ദേവനുമെല്ലാം. മേജർ രവിയും ദേവനുമെല്ലാം തന്നെ ഈ അടുത്ത് BJPയിൽ ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയ വ്യക്തികളാണ്. എന്ത് തന്നെയാണെങ്കിലും ഇവർക്ക് ഇപ്പോൾ ഉപാധ്യക്ഷൻ എന്നുള്ള ഒരു പദവിയെല്ലാം തന്നെ ലഭിച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരില്ലെങ്കിൽ പോലും ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന വലിയൊരു തരംഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് മേജർ രവിക്കാണെങ്കിലും അതുപോലെ തന്നെ ദേവനാണെങ്കിലും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം കൂടി ഉണ്ടാകും. അതായത് ആരെല്ലാമാണ് എവിടെയെല്ലാമാണ് മത്സരിക്കുന്നതെന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരും. ആ സാഹചര്യത്തിൽ ആ സാധ്യതാ ലിസ്റ്റിൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ സെലിബ്രിറ്റികളിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയെല്ലാം തന്നെയുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇതെല്ലാം തന്നെ ഒരു ഊഹാപോഹ കഥകളായിട്ട് നിൽക്കാനുള്ള സാഹചര്യവുമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും എല്ലാ മത്സരകാലത്തും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉയർന്നു വരുന്ന ചില കഥകൾ മാത്രമായി ഇവ ഒതുങ്ങിപ്പോകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടി തന്നെ വരും. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴുള്ള സെലിബ്രിറ്റി പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അത് ഒറ്റ നോട്ടത്തിൽ പറയേണ്ടി വരും. മഞ്ജു വാര്യർ മുതൽ ഉണ്ണി മുകുന്ദൻ വരെയാണ് കേരളത്തിലെ സ്ഥാനാർത്ഥികളായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളായിട്ട് എത്താൻ പോകുന്നത് എന്ന് തന്നെ ഒറ്റവാക്കിൽ പറയേണ്ടി വരും.